ഇന്ത്യൻ റെയിൽവേയിലെ ആധുനികവൽക്കരണം അതിവേഗത്തിലാക്കാനുള്ള നീക്കങ്ങളുമായി റെയിൽവേ ബോർഡ്. വന്ദേഭാരത് ചെയർകാറിന്റെ 1500 കോച്ചുകൾ കൂടി നിർമ്മിക്കാനാണ് ICFന് നിർദ്ദേശം കൈമാറിയത്. ചെന്നൈ ICF, കപ്പൂർത്തല ICF, മോഡേൺ കോച്ച് ഫാക്ടറി എന്നിവിടങ്ങളിലാണ് കോച്ചുകളുടെ നിർമ്മാണം നടക്കുക. ഇതിൽ 720 എണ്ണം ചെന്നൈയിലാണ് നിർമ്മിക്കുക. ശതാബ്ദി എക്സ്പ്രസുകളിൽ ഉപയോഗിക്കുന്നതിനായിട്ടാണ് 1500 വന്ദേഭാരത് ചെയർകാർ കോച്ചുകൾ നിർമ്മിക്കുന്നത്. 2030 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റെയിൽവേക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. ശതാബ്ദി ട്രെയിനുകളിൽ ഉപയോഗിക്കുന്ന കോച്ചുകളുടെ നിർമ്മാണം അടുത്തിടെ റെയിൽവേ നിർത്തിവെക്കുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ശതാബ്ദി കോച്ചുകൾക്ക് പകരം വന്ദേഭാരത് കോച്ചുകൾ ഉപയോഗിക്കാനാണ് തീരുമാനം. 2019 മുതൽ വന്ദേഭാരത് ചെയർകാറിന്റെ 82 ട്രെയിനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യത്തെ ട്രെയിൻ യാത്രയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച വന്ദേഭാരത് ട്രെയിനുകൾ കൂടുതൽ നിർമ്മിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളും കൂടുതലായി നിർമ്മിക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള 12 പുതിയ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്നത്. കേരളത്തിന് 2 വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടനടി അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അടുത്ത തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് കേരളത്തിന് ആദ്യം നറുക്കു വീണത്. 12 സ്ലീപ്പർ വന്ദേഭാരത് ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറങ്ങുന്നത്. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും ട്രെയിനുകൾ കിട്ടിയേക്കും. ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയ ശേഷമേ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം തിരുവനന്തപുരത്തേക്ക് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചാൽ നാട്ടിലേക്ക് രാത്രി യാത്രയ്ക്ക് ആഴ്ചയിൽ 5000-ഓളം ബർത്തുകൾ കൂടിയാണ് ബംഗളൂരു മലയാളികൾക്ക് ലഭിക്കുക. 2 സ്ലീപ്പർ റേക്കുകൾ ലഭിച്ചാൽ മാത്രമേ ഇരുവശങ്ങളിലേക്കും പ്രതിദിന സർവീസ് നടത്താൻ കഴിയൂ. കോട്ടയം വഴിയായാൽ മധ്യ കേരളത്തിലുള്ളവർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ 858 കിലോമീറ്ററാണ്. ഈ റൂട്ടിലോടുന്ന വേഗമേറിയ ട്രെയിനായ ബയ്യപ്പനഹള്ളി SMVT തിരുവനന്തപുരം നോർത്ത് ഹംസഫർ എക്സ്പ്രസ് 15 മണിക്കൂർ കൊണ്ടാണ് ഓടിയെത്തുന്നത്. 15 സ്റ്റോപ്പുകളാണ് ഹംസഫറിന് അനുവദിച്ചിരിക്കുന്നത്. 14 സ്റ്റോപ്പുകൾ മാത്രമുള്ള യശ്വന്തപുര തിരുവനന്തപുരം നോർത്ത് AC എക്സ്പ്രസ് ഈ ദൂരം 15 മണിക്കൂർ 25 മിനിറ്റ് കൊണ്ടാണ് പിന്നിടുന്നത്. എറണാകുളം വന്ദേഭാരത് 8.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്നതിനാൽ വന്ദേഭാരത് സ്ലീപ്പർ തിരുവനന്തപുരത്ത് 12 മണിക്കൂറിൽ എത്താനാണ് സാധ്യത. കുഷ്യൻ ബർത്തുകൾ, ഓട്ടോമാറ്റിക് വാതിലുകൾ, കവച് സുരക്ഷാ സംവിധാനം എന്നിവയും പ്രത്യേകതകളാണ്. നിലവിൽ ബുധനൊഴികെയുള്ള ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ വന്ദേഭാരത് പകൽ സർവീസാണ്. നിറയെ യാത്രക്കാരുമായാണ് ഏതാണ്ട് എല്ലാ ദിവസവും സർവീസ്. 16 കോച്ചുകളുള്ള ബംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് സ്ലീപ്പറിൽ 823 പേർക്ക് യാത്ര ചെയ്യാം. തേർഡ് ACയിൽ 611 പേർക്കും, സെക്കൻഡ് ACയിൽ 188 പേർക്കും, ഫസ്റ്റ് ACയിൽ 24 പേർക്കും യാത്ര ചെയ്യാം. ഭക്ഷണം ഉൾപ്പെടെ തേർഡ് ACയിൽ 2300 രൂപയായിരിക്കും ഏകദേശ നിരക്കെന്നാണ് റെയിൽവേ നൽകുന്ന സൂചന. സെക്കൻഡ് ACയിൽ 3000, ഫസ്റ്റ് ACയിൽ 3600 ആകാനാണ് സാധ്യത. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 പ്രതിദിന ട്രെയിൻ സർവീസുകളാണുള്ളത്. KSR ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് കോട്ടയം വഴിയും മൈസൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആലപ്പുഴ വഴിയുമാണ് സർവീസ്. കൂടാതെ ആഴ്ചയിൽ 3 ദിവസമുള്ള യശ്വന്ത്പുര തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് എക്സ്പ്രസ്, ആഴ്ചയിൽ 1 ദിവസം മാത്രമുള്ള യശ്വന്ത്പുര തിരുവനന്തപുരം നോർത്ത് AC എക്സ്പ്രസ്, ബംഗളൂരു വഴിയുള്ള ഹുബ്ബള്ളി തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്, ആഴ്ചയിൽ 2 ദിവസമുള്ള ബയ്യപ്പനഹള്ളി SMVT തിരുവനന്തപുരം നോർത്ത് ഹംസഫർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ കൂടിയുണ്ട്. രാജ്യത്തെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിൽ ഈ മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജനുവരി 18 പ്രതിദിന സർവീസ് ആരംഭിക്കുക. പശ്ചിമബംഗാളിലെ ഹൗറയിൽ നിന്ന് അസം തലസ്ഥാനമായ ഗുവാഹത്തിയിലേക്കാണ് ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ. പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കായി 12 വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എത്തും. ഇതിൽ കേരളവും പ്രതീക്ഷയിലാണ്. വന്ദേഭാരത് എക്സ്പ്രസിൽ കിടന്ന യാത്രയ്ക്ക് സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ രാത്രി യാത്ര സാധ്യമല്ല. ഇതിന് പരിഹാരമായിട്ടാണ് വന്ദേഭാരത് സ്ലീപ്പർ വരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചാണ് സ്ലീപ്പർ ട്രെയിൻ വരുന്നത്. ഈ 2 സംസ്ഥാനങ്ങളിലേക്കും ഇനിയും കൂടുതൽ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വന്ദേഭാരത് സ്ലീപ്പറിൽ 16 കോച്ചുകളാണ് ഉണ്ടാവുക. 823 പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യം. 180 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യാൻ സ്ലീപ്പറിന് സാധിക്കുമെങ്കിലും ഹൗറ ഗുവാഹത്തി റൂട്ടിൽ 120 മുതൽ 130 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും സർവീസ്. ഹൗറയിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിനിൽ ബംഗാളി ഭക്ഷണവും ഗുവാഹത്തിയിൽ നിന്നുള്ള ട്രെയിനിൽ അസമീസ് ഭക്ഷണവും വിളമ്പും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.